കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണം നടത്തുവാനുള്ള ഇഡി തീരുമാനം സിപിഎമ്മിനെയും ഇടതുമുന്നണിയെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇന്നേക്ക് 30-ാം ദിവസം വോട്ടെടുപ്പാണ്. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി കൂടിയായ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് ഏപ്രിൽ 2-ന് ഹാജരാകാൻ ഇഡി വീണ്ടും സമൻസ് അയച്ചതും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിഴൽ വീഴ്ത്തും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലും അന്വേഷണം ത്വരിതപ്പെടുത്താനാണ് ഇഡി നീക്കം. തിരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിൽക്കെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചത് സിപിഎമ്മിന് പ്രഹരമായി. ബിജെപിയുടെ രാഷ്ട്രീയ നീക്കമെന്ന പദവി വ്യാഖ്യാനമാണ് പാർട്ടി നൽകുന്നതെങ്കിലും നിഷ്പക്ഷ വോട്ടർമാരോട് എങ്ങനെ വിശദീകരിക്കണമെന്ന ആശയക്കുഴപ്പം പാർട്ടിക്കുണ്ട്. പ്രചാരണം നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ എതിരാളികളുടെ പ്രധാന പ്രചാരണ ആയുധമായി മാറുന്ന സാഹചര്യമാണ് LDFിലുള്ളത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ KSIDCയും എക്സാലോജി കമ്പനിയും കോടതിയെ സമീപിച്ച് പരാജയപ്പെട്ടതാണ്. കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായ നീക്കങ്ങളും വിജയിച്ചില്ല. ആ നിലയ്ക്ക് ഇഡിയെ നിയമപരമായി നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി എതിർക്കാനാകും CPM ശ്രമം. തിരഞ്ഞെടുപ്പ് കാലത്തെ നടപടി എന്നത് ഉയർത്തി കാണിക്കും. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര കമ്മിറ്റി അംഗവും സ്ഥാനാർത്ഥിയുമായി തോമസ് ഐസക്കിനോട് ഹാജരാകാൻ ഇഡി സമൻസ് അയച്ചതിനെയും ഇതുമായി ബന്ധപ്പെടുത്തും. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയിട്ടും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരായ ഇഡി നടപടിയിൽ കോൺഗ്രസും പ്രതിഷേധ രംഗത്താണ് എന്നതിനാലാണ് അവരിൽ നിന്ന് വലിയ ആക്രമണം പാർട്ടി പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഒരിക്കൽ ഇഡി പ്രാഥമിക അന്വേഷണം നടത്തിയ വിഷയത്തിലാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷിക്കുന്നത്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ശുപാർശ SFIO ശരിവെച്ചതോടെയാണ് കേസ് അന്വേഷിക്കാനുള്ള തീരുമാനം. സ്വാഭാവികമായും ചോദ്യം ചെയ്യലും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് കടന്നാൽ CPMന് കാര്യങ്ങൾ എളുപ്പമാകില്ല. സ്വർണ്ണക്കടത്ത് കേസിലെ ഇഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ അത് കുടുംബത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും അഭിമുഖീകരിച്ചിട്ടില്ല. ഇഡി അന്വേഷണത്തെ ആഘോഷിക്കേണ്ടതില്ല എന്ന പ്രതിപക്ഷ നിലപാട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച സ്വർണ്ണക്കടത്ത് കരുവന്നൂർ കേസുകളിൽ CPMും BJPയുമായി ഒത്തുതീർപ്പുണ്ടായെന്ന് അവർ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്തെ ഇഡി നടപടികൾ അതിനപ്പുറമുള്ള ആത്മാർത്ഥത പ്രതിപക്ഷം കാണിക്കുന്നില്ല. എന്നാൽ ഇഡിയെ പേടിച്ച് ചില മണ്ഡലങ്ങളിൽ CPM BJPയെ സഹായിച്ചേക്കുമെന്ന പ്രചരണം ഉയർത്തും. എന്തായാലും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കും സർക്കാരിന് മാരക പ്രകടനം ഏൽപ്പിച്ചതിന് സമാനമായി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ കുരുക്കുകൾ നീക്കുന്നുവെന്ന ആശങ്ക ശക്തമാണ്.